പരമേശ്വരനോട് വിളിച്ചു ചോദിക്കാനൊരു മടി. നമുക്ക് കാര്യങ്ങൾ മോളോട് ചോദിക്കാം. അവള് പ്രത്യേകിച്ചൊന്നും പറയില്ല ദേവേട്ട. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ അത് ഉള്ളിൽ ഒതുക്കേയുള്ളൂ. എന്റെ പേടി എന്തെന്നറിയോ? ചന്ദ്രശേഖരൻ ജയിലിലായത് അയാളുടെ കുറ്റം കൊണ്ടല്ല, രാധികയെ കൊണ്ടാണെന്നാ ആ അമ്മയും മോനും വിശ്വസിക്കുന്നത്. അതിന്റെ പേരില് അവരിനി പക തീർക്കോ എന്തോ. എന്തു മനുഷ്യരാ യശോദേ ഇവരൊക്കെ. കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മോളെ ചുട്ടുകരിച്ചു കൊന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ എല്ലാവരുടെയും മുന്നിൽ നിന്നു. ആ, അതിനുള്ളതാ അനുഭവിക്കുന്നത്. അവിടെ കിടക്കട്ടെ. ഉള്ളതൊക്കെ വെട്ടിപ്പിടിക്കാൻ നടന്നതല്ലേ. കൈയും കാലും നീട്ടാൻ പറ്റാത്തൊരു മുറിയുണ്ട് സ്വന്തമായിട്ട്. വഴി വിട്ടു നടക്കുന്നവരുടെ എല്ലാവരുടെയും യോഗം ഇതൊക്കെ തന്നെയാ. അമ്മേ, അമ്മയ്ക്ക് ചായ വേണോ? വേണ്ട. വരുണിനോടും പരമേശ്വരേട്ടനോടും ദേവേട്ടനൊന്ന് പറയണം. രാധിക മോക്ക് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന്. കാര്യം ശരി, നമ്മൾ വലിയ ഗതിയിലൊന്നുമല്ല. പല കാര്യങ്ങളും നമ്മൾ കൂട്ടിയാൽ കൂടുകയില്ല. പക്ഷെ നമ്മുടെ മോളെന്തോ പുണ്യം ചെയ്തോളാ. അതുകൊണ്ടാണ് അമ്മയെപ്പോലെ കരുതുന്ന ഫിദ മേഡം അവളുടെ സംരക്ഷകയായിട്ടുള്ളത്. പിന്നെ ഫിദ മേഡം ഏർപ്പാടാക്കിയ മിടുക്കത്തി വക്കീലുണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. എത്ര പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാക്കിയത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ചന്ദ്രശേഖരൻ ഇപ്പോഴും മതിച്ച് പുറത്തു നടന്നേനെ. ഫിദ മേഡവും അഡ്വക്കേറ്റ് ആരതി വർമ്മയും അവളുടെ കൂടെ ഉള്ളപ്പോ ബാക്കി ഒന്നിനെ എനിക്ക് പേടിയില്ല. കാണുന്നവരെല്ലാം അവളെ സ്വന്തം മോളായിട്ടോ അനുജത്തിയായിട്ടൊക്കെയാ കാണുന്നത്. ഇത്രയും വലിയ കേസുകളൊക്കെ വാദിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന ആരതി വർമ്മ എന്റെ സ്വന്തം അനുജത്തിയെന്നാ കാണുന്നവരോടൊക്കെ പറയുന്നത്. അവളുടെ ഭാഗ്യം അല്ലാണ്ടെന്താ? അതെ, ജന്മഭാഗ്യം ഇല്ലാന്ന് പറയുന്നവർക്ക് മറുപടിയാ അവളുടെ കർമ്മഭാഗ്യം. ഞാനൊന്ന് കിടക്കട്ടെ. മരുന്നുകളൊക്കെ ഫലിക്കുന്നുണ്ട്. അമ്മ അല്പം ശാന്തമായി തുടങ്ങി അല്ലേ യശോദേ? അതെ ദേവേട്ട. അമ്മയൊന്ന് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എല്ലാം ശരിയാവും. മാറ്റം വരുന്നുണ്ടല്ലോ. അച്ഛനും അമ്മയും കൂടി കണക്ക് കൂട്ടിയിരുന്നോ? മോള് പോയിരിക്കുന്ന കൊട്ടാരവും ഒരു ദിവസം നിന്നങ്ങ് കത്തും.